ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. രാവിലെ എഴുന്നേൽക്കുന്ന അമ്മമാർക്കൊക്കെ ആകെ ഒരു കൺഫ്യൂഷനായിരിക്കും, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ഉണ്ടാക്കേണ്ടത്, എന്താണ് കറി വെക്കേണ്ടതെന്ന്. ഇന്ന് ആ കൺഫ്യൂഷനെല്ലാം മാറുന്നതായിരിക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മസാല ഇഡ്ഡലിയുമായിട്ടാണ്. ഇഡ്ഡലി സാധാരണ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും ഇത് അതിലേറെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മസാല ഇഡ്ഡലി, കറികളൊന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് മാവ് തയ്യാറാക്കുന്ന പോലെ തന്നെ മാവ് തയ്യാറാക്കിയതിന് ശേഷം അതിലേക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് മസാല കൂടി ചേർക്കുന്നതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പം ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഞാൻ മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാള, ക്യാരറ്റ്, കറിവേപ്പില, പച്ചമുളക്, ഇത്രയും സാധനങ്ങളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ക്യാരറ്റ് വഴറ്റിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് സവാളയാണ്. അതും കൂടി ഇട്ട് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, നമ്മൾ മാവിൽ ഉപ്പിട്ട് വെച്ചതാണ്, ഇതിന് മാത്രമുള്ള ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. പിന്നെ വേണ്ടത് സ്വല്പം മഞ്ഞൾപ്പൊടി. പിന്നെ നല്ലോണം ഒന്ന് വഴലുന്നോളം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഇത് നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തലേ ദിവസം അരച്ച് പിന്നെ കലക്കി വെച്ച് ഒരു 10 മണിക്കൂർ പുളിച്ചതിന് ശേഷം രാവിലെ ചുടാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന അരിമാവാണ്. ഇതിലേക്ക് ഞാൻ ഈ മസാലകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കാം. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് നമുക്ക് ഇത് കുറവശയായിട്ട് മാവ് നമുക്ക് കോരി ഒഴിക്കാം. നമ്മുടെ ഇഡ്ഡലി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മസാല ഇഡ്ഡലി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിന് കറികളൊന്നും ഇല്ലാതെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.